വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസിലേക്കാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് സേനാപതി വേണു പറഞ്ഞത് ഒരു ജനാധിപത്യ ക്രമത്തിൽ ഇങ്ങനെ സംശയം ചോദിക്കുന്നതിനെ രാജ്യദ്രോഹം അല്ലെങ്കിൽ രാജ്യവിരുദ്ധത എന്നൊക്കെ എങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയുമെന്നാണ്. രാഹുലിന്റെ ഈ നിലപാട് പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായതു മുതൽ ഓപ്പറേഷൻ സിന്ദൂറിൽ എത്തി നിൽക്കുമ്പോൾ, ഓപ്പറേഷൻ സിന്ദൂറിന്റെ ചർച്ച ലോക്സഭയിൽ പുരോഗമിക്കുമ്പോൾ, ഈ ഘട്ടത്തിലൊക്കെ രാജ്യത്തിന് ചേരാത്ത ഒരു ശബ്ദം രാഹുലിൽ നിന്ന് ഉയരുന്നു എന്ന വലിയ കൺസേൺ, വലിയ ഉത്കണ്ഠ ഇവിടെ പങ്കുവെക്കപ്പെട്ടതാണ്. അതിനുള്ള കൂടി മറുപടിയാണ് ഇന്ന് എയർ ചീഫ് മാർഷലിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. എങ്ങനെ കാണാം ഈ നീക്കത്തെ? യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പ്രൊറോഗറ്റീവാണ് ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുക എന്നത്. ശരിയായ സമയത്ത് ശരിയായ ചോദ്യങ്ങൾ ശരിയായ ഇടങ്ങളിൽ ചോദിക്കാൻ കഴിയുമ്പോഴാണ് ഒരു പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ ചുമതല നിർവഹിക്കുന്നത്. ഇനി ചോദ്യത്തിൻ്റെ ഇടം നോക്കൂ. പാർലമെൻറ്റിൽ അദ്ദേഹം ചോദിച്ചിരിക്കുന്നു, എത്ര വിമാനങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്? 2, നമ്മുടെ ഈ ആർമിയുടെ ഭാഗത്തു നിന്ന് വന്ന ചില പ്രസ്താവനകളെ ചുവട് പിടിച്ചുകൊണ്ട്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ചില പ്രസ്താവനകളുടെ ചുവട് പിടിച്ചുകൊണ്ട് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചു. അത് നമ്മൾ ഇപ്പോൾ ഈ ഇൻട്രോയ്ക്ക് ശേഷം ആ ഫ്രെയിമിൽ വന്ന ചിത്രം, രാഹുൽ ഗാന്ധിയുടെ പാർലമെൻറ്റിലെ സംസാരത്തിൻ്റെ വാക്ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇന്ത്യൻ സൈനികരുടെ, പ്രത്യേകിച്ച് വൈമാനികരുടെ കൈ പുറകിൽ കെട്ടി അവരെ നിരായുധരായി, അവരെ ആക്രമണ സജ്ജരായി നിൽക്കുന്ന അവരെ, നിങ്ങൾ പാകിസ്ഥാൻ്റെ സൈനിക താവളങ്ങൾ ആക്രമിക്കരുത് എന്ന കമാൻഡ് കൊടുത്തുകൊണ്ട് വിടുകയും അവരെ ദേ ആർ ഓൾമോസ്റ്റ് ലൈക്ക് സിറ്റിംഗ് ഡക്സ്. പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വിമാന ആക്രമണം, വൈമാനിക ആക്രമണങ്ങൾ അത് പ്രതിരോധിക്കാൻ കഴിയാത്ത രീതിയിൽ ഭാരതത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വം അവരുടെ കൈകൾക്ക് കുച്ചുവിലം കെട്ടിയിരിക്കുന്നു, കൈകൾ പുറകെ കെട്ടിവെച്ചിരിക്കുന്നു. ഇതാണ് ആരോപണം. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന ചോദ്യമുണ്ട്. 2, ഒരു ആരോപണമുണ്ട്, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം സൈന്യത്തിന്, പ്രത്യേകിച്ച് വ്യോമസേനയ്ക്ക് ഒരു ഫ്രീ ഹാൻഡ് നൽകിയിട്ടില്ല എന്ന ഒരു ആരോപണമുണ്ട്. ഈ 2 കാര്യങ്ങളുടെയും വ്യക്തമായ ഉത്തരം 100 ദിവസത്തിനുള്ളിൽ തന്നെ വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗിൻ്റെ ഭാഗത്തു നിന്ന് ഇന്ന് ബംഗളൂരുവിൽ വെച്ച് നടക്കുന്നു. നോക്കൂ, ബാംഗ്ലൂർ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാണ്. ബാംഗ്ലൂർ ഈസ് ദി ഹബ് ഓഫ് ഓൾ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഫോർ ലാസ്റ്റ് 2 days. അതായത് രാഹുൽ ഗാന്ധി ബാംഗ്ലൂർ സെൻട്രൽ കോൺസ്റ്റിറ്റ്യുവൻസി, അതിൻ്റെ ഒരു നിയമസഭാ മണ്ഡലം എടുത്തുകൊണ്ട് അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേട് ആരോപിച്ചതിൻ്റെ 24 മണിക്കൂറിനുള്ളിലാണ് ഈ വിശകലനം കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബാംഗ്ലൂരിൽ വലിയ പ്രതിഷേധങ്ങളും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. അവിടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിൻ്റെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുക സമയത്താണ് വളരെ കാഷ്വലായിട്ടാണ്, പക്ഷേ ഓതൻറ്റിക്കായി കാര്യങ്ങൾ പറയുകയാണ്. രാഷ്ട്രീയ നേതൃത്വം, സൈനിക മേധാവിയാണ് പറയുന്നത്, വ്യോമസേന മേധാവിയാണ് പറയുന്നത്, രാഷ്ട്രീയ നേതൃത്വം പൂർണ്ണ സ്വാതന്ത്ര്യം സൈന്യത്തിന് നൽകിയിരുന്നു. പ്രത്യേകിച്ച് വ്യോമസേനയാണ് ആക്രമണങ്ങളിൽ പങ്കെടുത്ത പ്രധാന ഘടകം. ഇപ്പോൾ വ്യോമസേന മേധാവി പറയുന്നു, ഞങ്ങളുടെ മേൽ യാതൊരു നിയന്ത്രണവും ഇല്ലായിരുന്നു. പക്ഷേ ഞങ്ങളോട് ആദ്യം പറഞ്ഞിരുന്നത്, അത് വ്യക്തമാണ്, അത് രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞിരുന്നു, സൈനിക കേന്ദ്രങ്ങളല്ല നമ്മൾ ആക്രമിക്കുന്നത്. ഈ കാര്യം നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം പാകിസ്ഥാനെ അറിയിച്ചിരുന്നു, നമ്മുടെ സൈനിക നേതൃത്വവും പാകിസ്ഥാനെ അറിയിച്ചിരുന്നു. ഞങ്ങൾ നിങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളെ ആദ്യഘട്ടത്തിൽ ആക്രമിക്കില്ല. നിങ്ങൾ അഭയം കൊടുത്ത തീവ്രവാദ കേന്ദ്രങ്ങൾ, അതായത് തീവ്രവാദികളുടെ താവളങ്ങൾ, ഹർക്കത്തുൽ മുജാഹിദിൻ്റെയും ഹിസ്ബുൾ മുജാഹിദിൻ്റെയും ജയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും കേന്ദ്രങ്ങൾ ഞങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞ് തന്നെയാണ് ആക്രമണം നടത്തി അക്കാര്യം പറയുകയും ചെയ്തു. പക്ഷേ പാകിസ്ഥാൻ വാണ്ടഡ് എസ്കലേഷൻ. കൃത്യമായി വ്യോമസേന മേധാവി പറയുകയാണ്, പാകിസ്ഥാൻ്റെ വ്യോമസേനയ്ക്ക് നമ്മുടെ വ്യോമസേനയും നമ്മുടെ താവളങ്ങളെയും ആക്രമിച്ചേ മതിയാവും. കാരണം പാകിസ്ഥാൻ രാഷ്ട്രീയ നേതൃത്വത്തിന് നിലനിൽക്കണം എങ്കിൽ യഥാർത്ഥത്തിൽ ഈ ആക്രമണം അനിവാര്യമായി വരുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി നമ്മൾ പ്രത്യാക്രമണം നടത്തേണ്ടതുണ്ട്. ആ പ്രത്യാക്രമണത്തിലാണ് കൃത്യമായ കണക്ക് പറയുന്നത്. ആദ്യമായിട്ടാണ് ഇത് വെളിയിൽ വരുന്നത്. 5 പാകിസ്ഥാൻ വ്യോമസേന ജെറ്റ് വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേന വെടിവെച്ചിട്ടു. ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ്റെ മണ്ണിലാണ്. കാരണം ആ സമയത്ത് ഇന്ത്യയുടെ വ്യോമസേന വിമാനങ്ങൾ പാക് എയർ സ്പേസ് ലംഘിച്ചിട്ടില്ല എന്ന് ഓർക്കണം.
ഇപ്പം ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് നമ്മുടെ ഏറിയൽ ഡിഫൻസ് സിസ്റ്റം റഷ്യയിൽ നിന്നും നമ്മൾ വാങ്ങിയ എയർ ഡിഫൻസ് സിസ്റ്റം, അതായത് S-400 എയർ ഡിഫൻസ് സിസ്റ്റം, അത് 100 മുതൽ 400 വരെ കിലോമീറ്റർ നീളത്തിൽ അത്രയും റേഞ്ചിൽ വരുന്ന ശത്രു ടാർഗറ്റ്സിനെ ടാർഗറ്റ് ചെയ്ത് വീഴ്ത്താൻ കപ്പാസിറ്റി ഉള്ളതാണ്. എവിടെ വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾ എന്ന തെളിവ് പാകിസ്ഥാനിൽ കിടക്കുകയാണ്. അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനാവില്ല. അതുകൊണ്ടാണ് ഈ വിമാനങ്ങൾ അപകടകരമായ രീതിയിൽ ഇന്ത്യയെ അപ്രോച്ച് ചെയ്തപ്പോൾ, പഞ്ചാബിൻ്റെയും കാശ്മീരിൻ്റെയും അതിർത്തിയിലേക്ക് കടന്നു വന്നപ്പോൾ ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്നുകൊണ്ടാണ് S-400 തീ തുപ്പിയിരിക്കുന്നത്. അങ്ങനെയാണ് ഇന്ന് വന്നിട്ടുള്ള വിശകലനം. അതോടൊപ്പം തന്നെ ഈ 5 ഫൈറ്റർ ജെറ്റ്സിനോടൊപ്പം തന്നെ ഒരു നിരീക്ഷണ വിമാനവും, അത് വലിയൊരു വിമാനമാണ്, അത് എവാക്സ് സംവിധാനമുള്ള വിമാനമാണ്. അതായത് ഏർലി വാർണിംഗ് കൺട്രോൾ സിസ്റ്റം, എവാക്സ് ഉള്ള വിമാനം വെടിവെച്ചിരിക്കുന്നത്. അത് ആദ്യമായിട്ടാണ്, ഇത്രയും വലിയ ഇന്ത്യയുടെ വ്യോമ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്രയും ആധുനിക സംവിധാനമുള്ള ഒരു വളരെ വലിയ വിമാനം വെടിവെച്ചിടുന്നത് എന്ന ഒരു കാര്യവും അദ്ദേഹം പങ്കുവെക്കുന്ന കണ്ടു. അപ്പോൾ ഇതിനകത്തുനിന്ന് എങ്ങനെയാണ് കതിരും പതിരും തെളിച്ചെടുക്കുക? രാഹുൽ ഗാന്ധിയുടെ ആർഗ്യുമെൻ്റ് എന്താണ്? ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം വേണ്ട ഇച്ഛാശക്തി കാട്ടിയില്ല, സൈന്യത്തിന് വേണ്ട ഫ്രീ ഹാൻഡ് കൊടുത്തില്ല, സൈന്യത്തെ അവരാക്രമിക്കുമ്പോൾ ആ സൈന്യത്തെ കൈകെട്ടി നിർത്തിയിരിക്കുകയായിരുന്നു. ഇദ്ദേഹം പറയുന്നു, നമ്മുടെ വ്യോമസേനാ മേധാവി പറയുന്നു, അങ്ങനെയല്ല, പൂർണ്ണ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്ക് നൽകിയിരുന്ന ആദ്യ നിർദ്ദേശം മാത്രമാണ് ഈ മിലിറ്ററി കേന്ദ്രങ്ങളെ ആക്രമിക്കരുത്. പക്ഷേ ഞങ്ങൾ ആക്രമിച്ച് തുടങ്ങിയപ്പോൾ ശക്തമായ ആക്രമണം നടത്തി. അതുമാത്രമല്ല, അവിടുത്തെ ഹാങ്ങറുകളിൽ കിടന്ന F-16 വിമാനങ്ങൾ ഉൾപ്പെടെ ഒരു ഹാങ്ങറിൻ്റെ പകുതിയും തകർന്നു. അപ്പോൾ ഒരു ഹാങ്ങറിൽ എത്ര വിമാനങ്ങളാണ് എന്നത് ഊഹിക്കാം. അപ്പോൾ അമേരിക്ക നിർമ്മിതമായ പാകിസ്ഥാൻ നൽകിയ F-16 സീരീസിലുള്ള ഏതാനും വിമാനങ്ങൾക്ക് കൂടി നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നതിൻ്റെ സ്ഥിരീകരണം ഇപ്പോൾ വരികയാണ്. അപ്പോൾ ഇവിടെ പ്രതിപക്ഷ നേതാവ് പറയുന്നതൊന്ന്, യഥാർത്ഥത്തിൽ സംഭവിച്ചതൊന്ന്. അതെന്തുകൊണ്ട് മുൻകൂട്ടി പറഞ്ഞില്ല എന്ന് മാത്രമാണ് ശ്രീ സേനാപതി വേണു പറഞ്ഞത്. അത് ന്യായമായ കാര്യമാണ്. വേണമെങ്കിൽ ഈ 96 ദിവസം, ഇപ്പോൾ ഇത് യുദ്ധം അവസാനിച്ചിട്ട്, അതായത് ഈ പോരാട്ടം ഓപ്പറേഷൻ സിന്ദൂർ തൽക്കാലത്തേക്ക് മെയ് മാസം 10-ാം തീയതി നിർത്തിവെച്ചതിന് ശേഷം ഇപ്പോൾ 90 ദിവസങ്ങളായി. പക്ഷേ ഇതിന് മുൻപ് തന്നെ വേണമെങ്കിൽ സ്ഥിരീകരണം പറയാമായിരുന്നു. അപ്പോഴാണ് അനിൽ ചൗഹാൻ, ജോയിൻറ്റ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്ന് സിംഗപ്പൂരിൽ വെച്ച് വന്ന ഒരു പ്രസ്താവന ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി. ചില നാശനഷ്ടങ്ങൾ ഭാരതത്തിനും ഉണ്ടാകും. ഇതൊരു സാമാന്യവൽക്കരണം ആയ ഒരു പ്രസ്താവനയാണ്. കാരണം ഒരു യുദ്ധമാകുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികം എന്ന രീതിയിൽ പറഞ്ഞത്. ഇന്ത്യക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഇന്ത്യയുടെ ഒരുപാട് വിമാനങ്ങൾ നഷ്ടപ്പെട്ടു. എന്തെല്ലാം നിറം പിടിപ്പിച്ച കഥകളാണ് നമ്മൾ കേട്ടത്. ഫ്രാൻസിൽ നിന്ന് നമ്മൾ അന്യായ വില കൊടുത്ത് വാങ്ങിയ അത്യന്താധുനിക വിമാനമായ റഫാൽ വിമാനങ്ങൾ 4-5 എണ്ണം താഴെപ്പോയി എന്ന മട്ടിൽ ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ പറഞ്ഞു എന്ന രീതിയിലാണ് പിന്നീട് വന്ന വിശകലനങ്ങൾ. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് അറിയേണ്ടത് പാകിസ്ഥാൻ്റെ എത്ര വിമാനങ്ങളാണ് ഇന്ത്യ വെടിവെച്ചിട്ടത് എന്നാണെങ്കിൽ അതിനുള്ള ഉത്തരം ലഭിച്ചു കഴിഞ്ഞു. അതേസമയം ഇന്ത്യയുടെ എത്ര വിമാനങ്ങളാണ് വെടിവെച്ചിട്ടത് എന്നതിൻ്റെ ഉത്തരം കൃത്യമായി ഇതുവരെ അറിയില്ല. ഒരുപക്ഷെ അത് തെളിവുണ്ടെങ്കിൽ പാകിസ്ഥാൻ വെളിയിൽ വിടാമല്ലോ. പാക് ഏരിയയിൽ ഇന്ത്യയുടെ ഏതെങ്കിലും യുദ്ധവിമാനം വെടിവെച്ചിട്ടുണ്ട് എങ്കിൽ പാകിസ്ഥാൻ തീർച്ചയായും അതിൻ്റെ തെളിവുകൾ നൽകാവുന്നതേ ഉള്ളൂ. അവർ പുരപ്പുറത്ത് കയറി അത് ആഘോഷിക്കും. അത് നമുക്കറിയാമല്ലോ. ഇന്ത്യയുടെ മണ്ണിൽ വെച്ചാണ് വെടിവെച്ചിട്ടത് എങ്കിൽ നമ്മുടെ മാധ്യമ കണ്ണുകൾ, നമ്മുടെ യൂട്യൂബർമാർ, നമ്മുടെ വ്ളോഗർമാർ, ഇവർക്കെല്ലാം ഒപ്പിയെടുക്കാവുന്ന ചിത്രങ്ങളേ ഉള്ളൂ. ജനവാസ മേഖലകളൊക്കെയാണ്. അപ്പോൾ ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്നതിൻ്റെ കൃത്യമായ സ്ഥിരീകരണമാണ്. അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്കുകൾ ഒന്നൊന്നായി സൈന്യം. അങ്ങനെ ഭാരത സൈന്യത്തിന് നേർക്ക് അത്തരത്തിൽ ഏതെങ്കിലും വലിയൊരു ആക്രമണം ഉണ്ടാവുകയോ അത്തരത്തിൽ വലിയ നാശനഷ്ടമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ ആ വാർത്തകളും ചിത്രങ്ങളുമൊക്കെ ദൃശ്യങ്ങളുമൊക്കെ എപ്പോഴേ പുറത്തു വരേണ്ടതായിരുന്നു. പക്ഷേ ഇത്ര ദിവസം പിന്നിട്ടിട്ടും അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ